അപ്പോൾ ഞാനിതാ കയ്യിലിതാ തൂക്കിക്കൊണ്ട് വരുന്നത് 2 വർഷത്തോളം പഴക്കമുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ ക്രിസ്മസ് കരോൾ വരുന്നുണ്ടേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ വിചാരിച്ചത് ഈ ട്രീ ഒക്കെ ഒന്ന് അലങ്കരിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ മക്കൾ ട്യൂഷനൊക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ അവർ പുൽക്കൂട് കുറേ ദിവസം മുമ്പേ അവരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ ഈ വലിയ ബോൾസൊക്കെ വലിയ ട്രീയിലും കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ആ പ്ലാസ്റ്റിക് പോലത്തെ ഒരു ചെടി നിൽക്കുന്നില്ലേ അതിലും അലങ്കരിക്കാമെന്ന് കരുതിയേ. അപ്പോൾ ഇതിൽ കുറച്ചൊക്കെ ഒന്ന് ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം കുറച്ച് വാങ്ങിച്ചായിരുന്നു, ബാക്കി അതിൻ്റെ മുമ്പിലത്തെ വർഷത്തതാണ് കേട്ടോ. അപ്പോൾ ഈ വർഷം ഒന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു. ഇതൊക്കെ എല്ലാം ഒന്ന് ചീത്തയായിട്ട് വാങ്ങിക്കാമെന്ന് കരുതിയേ. അപ്പോൾ ട്രീ കഴിഞ്ഞ വർഷം വാങ്ങിച്ചതായിരുന്നേ. അങ്ങനെ ഇതാ കുഞ്ഞു കുഞ്ഞു ബോൾസൊക്കെ ഞാൻ ആ ഒരു ചെടിയിൽ ഇങ്ങനെ കൊളുത്തിയിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ നല്ലതൊക്കെ ഒന്ന് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഇതാ ഈ ഒരു പുൽക്കൂട് മക്കൾ ഇതിനു മുമ്പ് സെറ്റ് ചെയ്തതാണ്. അപ്പം ഉണ്ണീഷോ ഞങ്ങൾ വച്ചിട്ടില്ല കേട്ടോ. ഉണ്ണീഷോ ക്രിസ്മസിൻ്റെ തലേന്നാണ് വയ്ക്കുന്നത്. പിന്നെ ഈ ഒരു ക്രിസ്മസ് പാപ്പയല്ലേ തൂക്കിയിട്ടിരിക്കുന്നത്, അതിൻ്റെ താടിയൊക്കെ കഴിഞ്ഞ വർഷമേ പോയായിരുന്നേ. അപ്പോൾ ഇതാണ് ഫൈനലാണ് നമ്മുടെ വീട്ടിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എങ്ങനെയുണ്ട്, കൊള്ളാവോ? അപ്പോൾ ഇത് ഒറിജിനലായിട്ട് കാണാൻ അടിപൊളിയാണ് കേട്ടോ, നല്ല രസമുണ്ടായിരുന്നേ. അപ്പോൾ ഈ പുൽക്കൂട് സെറ്റ് ചെയ്തിരിക്കുന്നതൊന്നും കറക്റ്റ് അല്ല കേട്ടോ, ഇങ്ങനെയൊന്നും അല്ല. അതെന്തൊക്കെ ഓർഡർ ഉണ്ട്, എനിക്കും അറിയില്ല കേട്ടോ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മക്കളത് അവരുടേതായ രീതിയിൽ എങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതാണേ. എന്നിട്ടിത് അവരൊക്കെ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും വേഗം ഒന്ന് ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ ക്രിസ്മസ് കരോൾ വരാൻ സമയമായി, അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ മൂത്ത മോളും മോനൊക്കെ റെഡൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഭയങ്കര സന്തോഷമാണ് ആ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഇന്ന് കരോൾ വരുന്നല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അങ്ങനെ ഞാനിതാ അവർക്ക് വേണ്ടിയിട്ടുള്ള ചായ റെഡിയാക്കി. പിന്നെ ഞങ്ങൾ പപ്സ് ഓർഡർ ചെയ്തിരുന്നേ. അപ്പോൾ അവർക്കിന്ന് ചായയും പപ്സാണ് കൊടുക്കുന്നത്. അങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മുടെ കരോൾ എത്തിയിട്ടുണ്ടേ. നല്ല സോങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ പള്ളി ചേർന്നിട്ട് 1 വർഷം ആയുള്ളൂ ഞങ്ങൾ, കാരണം ഈ വീട് വെച്ചിട്ട് 1 വർഷം ആകുന്നുള്ളൂ. ഇതിനു മുന്നേ ഞങ്ങൾ വേറൊരു പള്ളിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങളുടെ സ്ഥലം ഇവിടെ അല്ലായിരുന്നു, വെഞ്ഞാറമൂടായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് കാട്ടാക്കട താമസിക്കാൻ വേണ്ടി വന്നത്. അങ്ങനെ കരോളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവർക്ക് ഫുഡൊക്കെ കൊടുത്തായിരുന്നു. ആ വീഡിയോ ഞാൻ എടുത്തിട്ടില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.